ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും എൻ്റെ റമദാൻ മുബാറക്ക്. അപ്പം നമ്മളിപ്പം റമദാൻ ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ് കേട്ടോ. അത് ഞാനും അപ്പം ഞങ്ങളുടെ നേരെ നെസ്റ്റോയിൽ പോകാന്നുള്ള പ്ലാനിലിറങ്ങി. പക്ഷേ ലുലു കണ്ടപ്പോൾ ലുലുവിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം ലുലു ആണെങ്കിൽ അടുത്താണ്, നമുക്ക് റൂമിലോട്ട് കുറച്ച് ദൂരേ ഉള്ളൂ നടക്കാൻ. അങ്ങനെ ഞാനും അപ്പം കൂടെ ലുലുവിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എണ്ണ, പിന്നെ റൂമിലേക്കുള്ള സാധനങ്ങളൊക്കെ, പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളുമൊക്കെ. പിന്നെ നോമ്പ് ഞാൻ വ്യാഴാഴ്ച ആണെന്ന് വിചാരിച്ചു, പക്ഷേ ഇന്നലെയാണ് പെട്ടെന്നാണ് ഇന്നാണെന്നറിയുന്നത്. അപ്പോൾ പിന്നെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഉപ്പുകാരോട് നേരെ ലുലുക്ക് ഓടിയതാണ്. പിന്നെ പാൽപ്പൊടി വാങ്ങിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ക്യാരറ്റെല്ലാം ഉണ്ടാക്കുന്ന റീല് കണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്, അങ്ങനെ അതിൽ നിന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ച് അതും വാങ്ങിച്ചു. പിന്നെ ഫ്രൂട്ട്സും റൂമിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ റൂമിൽ വന്ന് ചൂരക്കറിയും ചൂര വറുത്തതുമായിരുന്നു. പിന്നെ തൈരും ചീനിയുമായിരുന്നു. ചൂര വറുത്ത കണ്ടിട്ട് നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ പോലെ തോന്നുന്നുണ്ടോ? അപ്പോൾ പറയുന്നത് കണ്ടിട്ട് ചിക്കൻ ഫ്രൈ പോലെ ഒന്നുണ്ടെന്ന്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യത്തെ നോമ്പിൻ്റെ വീഡിയോസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജ്യൂസായിട്ട് ഏത്തക്കായും ബദാമും ഡേറ്റ്സും എല്ലാം ആയിട്ടുള്ളൊരു ഷേക്ക്, പിന്നെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. ചപ്പാത്തിയും മുട്ടക്കറിയും, പിന്നെ ഫ്രൂട്ട്സായിട്ട് കഴിക്കാൻ ആപ്പിളും ഈത്തപ്പഴം നോമ്പ് കുറിക്കാൻ, പിന്നെ ബീട്രൂട്ട് ജ്യൂസാണ് ഇത് ഉള്ളത്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ നാരങ്ങ സർബത്തും ഉണ്ടാക്കി. അങ്ങനെ നോമ്പൂരയൊക്കെ കഴിഞ്ഞു. ഞാനും ഉപ്പ് മാത്രം ഉള്ളതുകൊണ്ട് ഒരുപാട് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചെറിയ രീതിക്ക് നോമ്പ് പോയി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം മതിയല്ലോ. അപ്പം ഫുഡെല്ലാം കഴിച്ചു. ഇനി നാളെ ഇടയത്താഴത്തിനൊക്കെയുള്ള ചോറും ഒക്കെ കറിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നാളെ നാട്ടിൽ നോമ്പല്ലേ. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ കുടുംബത്തിൻ്റെ റമദാൻ മുബാറക്ക്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.